ഹേയ് ഗുഡ് പീപ്പിൾ, ഇത് ഞങ്ങളുടെ കോളേജിലെ കൾച്ചറൽസ് ഡേയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ സ്പോർട്സിൻ്റെ വീഡിയോസ് കുറേ യൂട്യൂബ് ചാനൽ ഇട്ട് കഴിഞ്ഞപ്പം എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ കൾച്ചറൽസ് ഡേയുടെയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഈ വട്ടത്തെ കൾച്ചറൽസ് ഡേയുടെ വീഡിയോ ആണ് ഇത്. അപ്പം ഞങ്ങൾ ഈ വട്ടം പോയപ്പം യാച്ചിനെയും കൂടി കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. കാരണം ഇവൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ബോറാവത്തില്ലേ. ഞാനും ഗ്ലോറിയും കോളേജിൽ പോയി കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവനെയും കൂടി കൊണ്ടുവന്നത്. ഞങ്ങളുടെ കൾച്ചറൽസ് ഡേ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യത്തെ ദിവസമായിരുന്നേ. ആദ്യത്തെ ദിവസം മാത്രമേ ഞാൻ അവനെ കൊണ്ടുപോയുള്ളായിരുന്നേ. കാരണം ആദ്യത്തെ ദിവസം അവനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് മതിയായി. കാരണം രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോഗ്രാമിന് കയറി കഴിയുമ്പം ഇവനെ താഴെ മാനേജ് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അവനെ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ അവിടെ എല്ലാവരായിട്ടും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ആൾക്കാരെ മയക്കിയെടുക്കാനും ഭയങ്കര മിടുക്കനാണ്. ഇവൻ എല്ലാവരായിട്ടും നല്ല കൂട്ടായി നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ ആകെയുള്ള പ്രശ്നം ഇവനങ്ങ് നടന്ന് ഫ്രണ്ടിൽ വരച്ചില്ല കേട്ടോ. എന്നെ ഒന്ന് 2 മിനിറ്റ് പോലും താഴെ ഇരുത്തിയിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കസേരയിലോട്ടിരിക്കുമ്പോൾ ഇവൻ അങ്ങ് ഓടി ഫ്രണ്ടിലെ ജഡ്ജസിൻ്റെ അടുത്ത് വരെ പോകും കേട്ടോ. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവരൊക്കെ നല്ല കൂളായിട്ടാണ് എടുത്തത്. ആരും വഴക്കൊന്നും പറയാൻ വന്നില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സൊക്കെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളമൊക്കെ വെച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷെ പെൺപിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂളായിട്ട് ആശാൻ അവരുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോ വട്ടവും ഞാനൊന്ന് ഇരിക്കാൻ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അങ്ങ് ഓടി ഫ്രണ്ടിൽ വരെ പോകും കേട്ടോ. പക്ഷെ ആരും വലിയ പ്രശ്നമൊന്നും ആക്കില്ല. കൊച്ചായതുകൊണ്ട് ഇവരെല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നേ. ജഡ്ജസും ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അവനെ എല്ലാവരും എടുത്ത് കളിപ്പിക്കുകയൊക്കെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് കാര്യമായി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ ഇവനെ കൊണ്ടുവരാഞ്ഞപ്പം എല്ലാവരും ചോദിച്ചു എന്താ ഇവനെ കൊണ്ടുവരാഞ്ഞത്, കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ നോക്കത്തില്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസിൻ്റെ ഡേ ആയിരുന്നു ആദ്യത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നല്ലോ എന്നാണ്. കാരണം ഓരോരുത്തരുടെയും ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എത്രയും എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. ജസ്റ്റ് സ്റ്റേജിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത്ര ദിവസം കൊണ്ട് അവർ ചെയ്ത ആ ഒരു ഹാർഡ് വർക്കിൻ്റെയും എഫേർട്ടിൻ്റെയും ആ ഒരു റിസൾട്ടാണ് കേട്ടോ അവരുടെ ആ ഒരു സ്റ്റേജിൽ കാണുന്നത്. ശരിക്കും ഹാപ്പി ആയി കേട്ടോ. ഓരോരുത്തരുടെയും ടാലൻസ് കണ്ടപ്പോഴും അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവ്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് അനുഗ്രഹയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അവളുടെ ഡാൻസ് ശരിക്കും അടിപൊളിയായിരുന്നേ. ഞാൻ അവളെ മാത്രം പൊക്കി പറയുന്നതുകൊണ്ടല്ല, ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കണ്ടിരുന്ന് പോകുന്ന പോലത്തെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഇപ്പം എനിക്ക് ആരുടെയും കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ടാണ് കളിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു ടാലൻ്റ് ഇല്ലേ. അപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ലതായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരും ജൂനിയേഴ്സ് ആയിക്കോട്ടെ സീനിയേഴ്സ് ആയിക്കോട്ടെ ഞങ്ങളുടെ ബാച്ച് ആയിക്കോട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല ഇവരാരും ചെയ്യുന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് 4, 5, 6 പ്രോഗ്രാംസിനൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരേ ആൾക്കാർ തന്നെ 4, 5 ഡാൻസൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അതും തെറ്റാതെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മുടേത് ഫേസ് പെയിൻറ്റിങ്ങും രംഗോലി കോമ്പറ്റീഷനും മെഹന്തി കോമ്പറ്റീഷൻ അങ്ങനെയുള്ള ചില കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു കേട്ടോ. ബൊക്കെ മേക്കിങ്, ബ്രൈഡൽ മേക്ക് ഓവർ അങ്ങനെ ഒത്തിരി കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും അതും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് പെയിൻറ്റിങ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ്സിലെ ദേവികേൻ്റെ ഫേസ് പെയിൻറ്റിങ് അതാണെങ്കിൽ കഥകളിയും തെയ്യവും കൂടെയുള്ളൊരു മിക്സ് ആയിരുന്നു കേട്ടോ. അത് ശരിക്കും അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല അവളുടെ പെയിൻറ്റിങ് ശരിക്കും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ക്രാക്ക് പോലും ഇല്ലാതാണ് അവൾ ആ പെയിൻറ്റിങ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പെയിൻറ്റിങ്ങിന് കിട്ടിയത് 3rd ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ് എന്ത് രീതിയിലാണ് അത് ജഡ്ജ് ചെയ്തതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ തന്നെ വിചാരിച്ചു ഒരു ജഡ്ജ്മെൻറ്റിനപ്പുറം അവളുടെ ആ ഒരു ആർട്ടിനെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുണ്ട് എത്രമാത്രം അത് പെർഫെക്റ്റ് ആയിരുന്നു, എത്ര അടിപൊളിയായിരുന്നു അതെന്ന്. ഞാൻ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് അവരുടെ കൊള്ളത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എപ്പോഴും എവിടെയും ജസ്റ്റിസ് ആണ് ആക്ച്വലി വേണ്ടത്. അതുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞെന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ ബ്രൈഡൽ മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നേ. എല്ലാവരും അവരുടെ ടാലൻസ് അതിനകത്തിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മേക്ക് ഓവർ ആയിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അടുത്തത് നമ്മുടെ ഫ്ലവർ ബൊക്കെ കോമ്പറ്റീഷൻ ആയിരുന്നു. അതും എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും അടിപൊളിയായിരുന്നേ. പിന്നെ ഇതിനകത്തിലെയും ജഡ്ജ്മെൻറ്റിനകത്തിലും നമുക്ക് ഇപ്പോഴും സംശയമാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു ഫ്ലവർ ബൊക്കെ മേക്കിങ്ങിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും ഫോളോ ചെയ്തിട്ട് ചെയ്ത ബൊക്കേക്കൊന്നും ഒരു കൺസിഡറേഷൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കിപ്പോഴും അറിയത്തില്ല ചില ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നടത്തിയെന്നുള്ളത്. നമ്മളൊരു പ്രോബ്ലം ഒന്നുമല്ല ആക്ച്വലി പറയുന്നത്. പക്ഷേ ഒരു കോമ്പറ്റീഷനിൽ ഡിസേർവ് ചെയ്യുന്ന ആളിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തോട്ടേ മാറും, അല്ലെങ്കിൽ അവരുടെ ആ കലയോടുള്ള ഒരു ഇൻട്രസ്റ്റേ മാറും. കാരണം അവർ അടുത്ത വട്ടം ചിന്തിക്കും എന്തിനാണ് ഞങ്ങൾ ഇതിന് നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഇമ്പാർഷ്യൽ അപ്രോച്ച് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ടാലൻസിനോടുള്ള അവരുടെ ഇൻട്രസ്റ്റ് തന്നെ അത് മാറിപ്പോവാണ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ബ്രൈഡ്സും അവർ ജസ്റ്റ് എങ്ങനെയാണോ ഒരുങ്ങിയെന്നുള്ളത് നമ്മുടെ ജഡ്ജസിനെയൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. ജഡ്ജസിനെ മാത്രമല്ല വ്യൂവേഴ്സിനെയൊക്കെ. പിന്നെ നമ്മുടെ ബൊക്കെ മേക്ക് ചെയ്ത സ്റ്റുഡൻസ് അവരുടെ ബൊക്കേസ് നമ്മുടെ പ്രിൻസിപ്പൽ മാമിനെയും വൈസ് പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ ജഡ്ജസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സോങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ 2 സോങ്ങിനാണ് കയറിയത്. നമ്മുടെ സെക്യുലറിനും വെസ്റ്റേണിനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാടാൻ ഞങ്ങളുടെ വെസ്റ്റേണിന് ഞങ്ങൾക്ക് ഫസ്റ്റും പിന്നെ നമ്മുടെ സെക്യുലറിന് 3ുമാണ് കിട്ടിയത്. പിള്ളേരുടെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ കേട്ടിരുന്നു പോകുന്ന പോലത്തെ നല്ല സ്വീറ്റ് വോയിസ് നല്ലതായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അവരതിനു വേണ്ടിയിട്ടൊക്കെ എടുത്ത എഫേർട്ട് കണ്ടപ്പം ശരിക്കും ഹാപ്പി ആയിരുന്നേ. പിന്നെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ക്രിസ്റ്റി കീബോർഡൊക്കെ വായിച്ചിട്ട് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാണ് ആ പാട്ട് ലീഡ് ചെയ്തത്. പിന്നെ എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും നല്ല എൻജോയ് ചെയ്തായിരുന്നു എല്ലാവരും. പിന്നെ അടുത്തത് നമ്മുടെ ഫോക്ക് സോങ് ആയിരുന്നു കേട്ടോ. ഫോക്കും ഗ്രൂപ്പ് അടിപൊളിയായിരുന്നു. ഗ്രൂപ്പ് മാത്രമല്ല സിംഗിളായിട്ട് പാടിയതും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് എല്ലാവരുടെയും കൂടി വീഡിയോ എടുക്കാൻ ഇടയ്ക്ക് പറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് എൻ്റെ സോങ്ങിന് വേണ്ടിയിട്ട് പോയപ്പം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞാണ് ബാക്കി ആരുടെ ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. ഫോക്ക് ഗ്രൂപ്പ്സും എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി രീതിയിൽ കുറേ ആൾക്കാർ പാടിയിട്ടുണ്ടായിരുന്നേ. എല്ലാം ഇവരുടെ ഓരോരുത്തരുടെ എനർജിയും എല്ലാം കാണുമ്പോൾ ശരിക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മൾ കേട്ടിരുന്നു പോകുന്നതും അതുപോലത്തെ ആയിരുന്നു എല്ലാവരുടെയും പാട്ട് കേട്ടോ. ഫോക്കിൽ കൂടുതൽ എടുത്തത് മലയാളം സോങ്സ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പം നഴ്സിംഗിലുള്ള മിക്കവാറുള്ളവരും മലയാളീസ് ആയതുകൊണ്ട് മലയാളം സോങ്സ് ആയിരുന്നു കുറേ ബാച്ചുകാർ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു കേരള വൈബൊക്കെ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഫോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നല്ല നാടൻ പാട്ടൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്. അപ്പം ഞങ്ങളും എടുത്തത് നല്ലൊരു നാടൻ പാട്ടായിരുന്നു കേട്ടോ. പൊതുവേ നാടൻ പാട്ടിന് നല്ല എഫേർട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ നല്ല എഫേർട്ട് ഇട്ടാണ് ഇവരെല്ലാവരും ഇത് പാടിയിട്ടുണ്ടായിരുന്നത്. സംഭവം പക്ഷെ നല്ലതായിട്ട് പാടി കേട്ടോ. ഞങ്ങൾ ചെയ്ത ഓരോ പ്രോഗ്രാംസിലും ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സും ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു സോങ്ങിൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ മാം എഴുന്നേറ്റ് നിൽക്കുകയും ഞങ്ങളെ അത്രമാത്രം എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങളോടുള്ള എൻകറേജ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല, ഒരു പാട്രിയോട്ടിക് സോങ്ങിനോടുള്ള ഒരു ആദരവ് കൊണ്ടും കൂടിയാണ് മാം അങ്ങനെ ചെയ്തത് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും അതൊരു സന്തോഷം കൂടിയാണ്. കാരണം ഞങ്ങൾക്ക് കിട്ടിയൊരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങളത് കണക്കാക്കിയത് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ ശരിക്കും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ കോളേജിലെ കൾച്ചേഴ്സ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ബായ്.